സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2023 മെയ് 24 ബുധനാഴ്ച മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,348 നിന്നും 53 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 18,294 ഇന്ന് ആരംഭിച്ചത്. 18,392 ഡേ ഹൈയും 18,262 ഡേ ലോയും വന്നത് വഴി 129 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. 0.71% ഇൻട്രാഡേ മൂവ്മെന്റ്. ഇന്ന് ആരംഭിച്ച 18,294 നിന്നും 9 പോയിന്റ് നഷ്ടത്തിൽ 18,285 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 63 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും 63 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 61,981 നിന്ന് 148 പോയിന്റ് ഗ്യാപ് ഡൗണോട് കൂടി 61,834 ഇന്ന് ആരംഭിച്ചത്. 62,154 ഡേ ഹൈയും 61,708 ഡേ ലോയും വന്നത് വഴി 446 പോയിന്റിന്റെ അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,834 നിന്നും 60 പോയിന്റ് നഷ്ടത്തിൽ 61,773 മാർക്കറ്റ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് സെൻസെക്സിന് 208 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചത് 12.61 ഡേ ഹൈ 13.44 ഡേ ലോ 12.41 വന്നു. 3.97% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 13.11 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 15-ന്റെ 20-ന്റെ ഇടയിൽ വരുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 43,954 നിന്നും 203 പോയിന്റ് ഗ്യാപ് ഡൗണോട് കൂടി 43,751 ഇന്ന് ആരംഭിച്ചത്. 44,010 ഡേ ഹൈയും 43,639 ഡേ ലോയും വന്നത് വഴി 370 പോയിന്റിന്റെ അഥവാ 0.85% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,751 നിന്നും 74 പോയിന്റിന്റെ ഇൻട്രാഡേ നഷ്ടത്തിൽ 43,677 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് 277 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,397 നിന്ന് 89 പോയിന്റ് ഗ്യാപ് ഡൗണോട് കൂടി 19,309 ഇന്ന് ആരംഭിച്ചത്. 19,433 ഡേ ഹൈയും 19,227 ഡേ ലോയും വന്നത് വഴി 206 പോയിന്റിന്റെ അഥവാ 1.07% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,309 നിന്ന് 66 പോയിന്റിന്റെ ഇൻട്രാഡേ നഷ്ടത്തോടു കൂടി 19,243 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 155 പോയിന്റിന്റെ നഷ്ടമാണ് ഫിൻ നിഫ്റ്റിക്ക് ഇന്നത്തെ ക്ലോസിംഗിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് എക്സ് BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 49,821 നിന്നും 153 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 49,668 ഇന്ന് ആരംഭിച്ചത്. 49,945 ഡേ ഹൈ 49,517 ഡേ ലോയും വന്നത് വഴി 427 പോയിന്റിന്റെ അഥവാ 0.86% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,668 നിന്ന് 103 പോയിന്റ് നഷ്ടത്തിൽ 49,565 സെൻസെക്സ് ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 256 പോയിന്റിന്റെ നഷ്ടമാണ് ബാങ്ക് എക്സിന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ ബാങ്ക് ഇന്ന് 2.52% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അദാനി പോർട്സും അദാനി എൻ്റർപ്രൈസസും 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് ഇന്ന് 6% നഷ്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,548 കോടിയുടെ ബൈങ്ങും 7,363 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,185 കോടി രൂപയിലെ നെറ്റ് ബൈങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,881 കോടിയുടെ ബൈങ്ങും 5,580 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 301 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ നടത്തിയത്. ഇരു കൂട്ടരും ഫോറിൻ ആയാലും ഡൊമസ്റ്റിക് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബൈങ് തന്നെയാണ്, അല്ലെങ്കിൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,486 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്ന് പുട്ട് കോൾ റേഷ്യോ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 1 ആയിട്ടുണ്ട്. 1ന്റെ താഴെ വരുന്നത് നമ്മൾ ന്യൂട്രലായിട്ട് കണക്കാക്കും. 1 അതിൻ്റെ മുകളിലേക്കും ബുള്ളിഷ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അപ്പോൾ ഇന്നലെ 1.2 ആയിരുന്നു, ഇന്നത് 1ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതയാണ് ഇത് നമ്മളോട് പറയുന്നത്. കാരണം ഇന്നലെ ഇന്നും മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു റിവേഴ്സലിനുള്ള ഒരു സൂചന. പക്ഷേ ഇപ്പോഴും അത് ബെയറിഷ് ആണ് എന്ന് പറയാറായിട്ടില്ല. 0.75 താഴെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു ബെയറിഷ് ആണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. നാളെ വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ
അല്ലെങ്കിൽ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ, തേഴ്സ്ഡേ 25 മെയ്ക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയിലുണ്ട്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, AIA എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ്, സീ എൻ്റർടൈൻമെൻറ്റ്സ്, സീൽ നാളെയാണ്, ഇമാമി ലിമിറ്റഡ്, റാഡിക്കോ ഖൈത്താൻ ലിമിറ്റഡ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് IEXൻ്റെ റിസൾട്ട് നാളെയാണ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡ്, 7 ഫാർമസ്യൂട്ടിക്കൽസ്, TTK പ്രസ്റ്റീജ് ലിമിറ്റഡ്, ഇൻഡർസോയിൽ റാൻഡ് ഇന്ത്യ ലിമിറ്റഡ്. സത്യം പറഞ്ഞാൽ കമ്പനിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. MedPlus ഹെൽത്ത് സർവീസസ് ലിമിറ്റഡ്, ക്ലക്സ് സർവീസസ് ലിമിറ്റഡ്, GMM P Fodler ലിമിറ്റഡ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ലിമിറ്റഡ്, ട്രിമേനി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ESAB ഇന്ത്യ ലിമിറ്റഡ്, റോളക്സ് റിംഗ്സ് ലിമിറ്റഡ്, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്, FDC ലിമിറ്റഡ്, JSW ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, മിശ്ര ധാതു നിഗം ലിമിറ്റഡ്, ഹർഷ എഞ്ചിനീയറിംഗ് ഇൻ്റർനാഷണൽ, ഇൻഫിബീം അവന്യൂസ്, മിസ്സസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ്. ഈ അടുത്ത് അതായത് 2 വർഷം മുമ്പ് IPO വന്നൊരു കമ്പനിയാണ്. വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ്, സ്ട്രൈഡ്സ് ഫാർമ സയൻസ്, ധനുക അഗ്രിടെക്, ജെയ്കോർപ്പ് ലിമിറ്റഡ്, HBL പവർ സിസ്റ്റംസ്, IFCI ലിമിറ്റഡ്, ഗ്ലോബൽ സ്പിരിറ്റസ്. നിരവധി കമ്പനികളാണ് നാളെ അനൗൺസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ടതല്ല എന്നെനിക്ക് തോന്നുന്നു. നിരവധി കമ്പനികളുടെ ലിസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കമ്പനികളുടെ ലിസ്റ്റ് വായിക്കാൻ നമ്മളുടെ വീഡിയോ 1 മണിക്കൂറോളമായി പോകും. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട കമ്പനികളുടെ ഏകദേശം 10-15 കമ്പനികളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. അടുത്ത ബുധനാഴ്ച 31 മെയ് 2023 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതാണെന്ന് നോക്കാം. അദ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് ഇൻ്ററിം ഡിവിഡൻഡ് 14 രൂപ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. ഭക്തി ജെംസ് ആൻഡ് ജ്വല്ലറി റൈറ്റ്സ് ഇഷ്യൂ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഷെയറിന് 2 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ ഒരു 12 രൂപ നിരക്കിൽ അവർ കൊടുക്കുന്നുണ്ട്. DB കോർപ്പറേഷൻ ലിമിറ്റഡ് ഇൻ്ററിം ഡിവിഡൻഡ് 3 രൂപ പെർ ഷെയർ അവർ കൊടുക്കുന്നുണ്ട്. പവർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ഡിവിഡൻഡ് വരുന്നുണ്ട്. എമൗണ്ട് എത്രയാണെന്ന് വ്യക്തമായിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് SBIയുടെ ഡിവിഡൻഡ് വരുന്നുണ്ട് 11 രൂപ 30 പൈസ. SBIയുടെ റിസൾട്ട് എന്തായാലും മാർക്കറ്റിനെ വല്ലാത്ത നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. എന്തായാലും ഡിവിഡൻഡ് ഉണ്ടെങ്കിലും നിക്ഷേപകരെ സന്തോഷിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നാളെ വരുന്ന വേൾഡ് വൈഡ് വരുന്ന മേജർ ഈവൻറ്റ്സ്, ജർമ്മൻ GDP നാളെയാണ്. GfK ജർമ്മൻ കൺസ്യൂമർ ക്ലൈമറ്റ്, ജർമ്മൻ ബ്യൂബ പ്രസിഡന്റ് നാഗൽ സ്പീക്സ്, അദ്ദേഹത്തിൻ്റെ സ്പീക്സ് ഇന്നും ഉണ്ടായിരുന്നു. ദെൻ US GDP, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, US പെൻഡിങ് ഹോം സെയിൽസ്, US 7-year നോട്ട് ഓപ്ഷൻ, US ഫെഡ്സ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ആക്ടിവിറ്റീസ്, ഇത്രയും ഈവൻറ്റ്സ് ആണ് നാളെ പ്രധാനമായിട്ടും വരുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 3836 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലെടുത്ത കോളുകളുടെ ഒരു ആസ് പെർ ദ കോൾസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഓരോ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിനും ചോദിക്കുകയാണെങ്കിൽ ചിലരുടെ അത് വളരെ കൂടുതലായിരിക്കും, ചിലരുടെ ഇതിൽ കുറവായിരിക്കും. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായിട്ടും ഈ കോൾസ് ആസിറ്റീസ് ഫോളോ ചെയ്യുന്നത് ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പ്രോഫിറ്റ് വരും. പക്ഷേ എല്ലാ ട്രേഡേഴ്സും ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡെക്സ് ആണ് ഫോളോ ചെയ്യുക, നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 3 ഇൻഡെക്സിൻ്റെയും പെർഫോമൻസിൻ്റെ റിസൾട്ടാണ്. ഇനി സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിൻ സർവീസസ്, നിഫ്റ്റി മെറ്റൽ, PSU ബാങ്ക്, മിഡ് ക്യാപ് 50, ഇൻഫ്രാ കമ്മോഡിറ്റീസ്, ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഓട്ടോ, മീഡിയ, IT അങ്ങനെ ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും പോസിറ്റീവായിരുന്നു. പകുതി എന്ന് പറയാം. പകുതി സെക്ടറുകൾ നെഗറ്റീവും പകുതി പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് S1-ലാണ്. നിഫ്റ്റി S1-ൽ ആരംഭിച്ചു. അവിടെ അതായത് S1-ൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ആരംഭിച്ച് താഴോട്ട് ഇറങ്ങി നമ്മുടെ S1-ൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടി. അവിടെ നിന്ന് തിരിച്ച് നേരെ യെസ്റ്റർഡേ ലോ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ദെൻ നോട്ട് റേറ്റ് സോണിൽ വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ചു, പക്ഷേ പാളിപ്പോയി. നേരെ തിരിച്ചിറങ്ങി നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങും. ഇവിടെയാണ് പ്രോപ്പർലി എല്ലാവർക്കും ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവർ പോർഷനിൽ എൻട്രി കിട്ടിയിട്ടുണ്ടാകും കൃത്യമായിട്ടും. അവിടുന്ന് യെസ്റ്റർഡേ ലോ കട്ട് ചെയ്ത് നേരെ വന്നിട്ട് നമ്മുടെ സപ്പോർട്ടിൽ ഇത് ഉണ്ടല്ലോ, ഇത് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ടാർഗറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് അവിടെ ചെയ്തു. പിന്നീട് അത് താഴോട്ട് പോയില്ല, അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ടാർഗറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടാകും ഏകദേശം 355-ൽ നിന്ന് 291-ലേക്ക്
ഒരു 50 പോയിന്റ് ഏകദേശം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അത്ര തന്നെ ഇന്ന് നിഫ്റ്റിയിൽ റാസ് ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. മറ്റ് നമ്മുടെ സ്ട്രൈക്ക് ലെവൽ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ചെറിയ ട്രേഡേഴ്സിനുള്ള കോൾസിൽ അതിൽ കൂടുതൽ ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇന്ന് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഓൾ ഓവർ കുറവായിരുന്നല്ലോ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും വ്യത്യസ്തമൊന്നുമല്ല, അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യെസ്റ്റർഡേ ലോൻ്റെ താഴെയായിട്ട് ഓപ്പണായി ദെൻ R2ൽ സപ്പോർട്ട് എടുത്തു. ഇവിടെ R2ൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് അത് പതുക്കെ കയറി വന്ന് നോ ട്രേഡ് സോണിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ മാർക്കറ്റ് എത്ര നല്ല രീതിയിലാണ് അവിടെ റിവേഴ്സൽ ആയത് എന്നുള്ളത്. ജസ്റ്റ് അവിടെ കയറി മുകളിലെ ലൈൻ ഒന്ന് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്തു, തിരിച്ച് അതുപോലെ അങ്ങ് ഇറങ്ങി വന്നിട്ട് അതായത് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ ഇതിൻ്റെ എൻട്രി ഏകദേശം ഈ ഭാഗത്തായിട്ട് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് അവിടുന്ന് S1 ഇവിടെ സപ്പോർട്ട് കഴിഞ്ഞു, S2 ഇതാ ഇവിടെ വന്നു. S2ൽ ഇവിടെ സപ്പോർട്ട് എടുത്തതുണ്ട്, എത്ര നന്നായിട്ടാണ് അത് റെസ്പെക്ട് ചെയ്തത്. ദെൻ നേരെ വന്നിരിക്കുന്ന S3ൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ആ ലെവലിലേക്ക് പൊങ്ങിയിട്ട് അവിടെ ക്ലോസ് ചെയ്തു. വളരെ കറക്റ്റായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് റാസ് ലെവൽസിൽ പോയിരിക്കുന്നത്. അതായത് ഇവിടുന്ന് 955 നിന്ന് 635 ഏകദേശം 300 പോയിന്റ് ഒരു മൂവ്മെൻ്റാണ്. 300, 310, 320 പോയിന്റോളം ഉള്ള ഒരു മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് റാസ് ലെവൽസ് ഫോളോ ചെയ്യുന്നവർ ഇന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് S1ൻ്റെയും S2ൻ്റെയും ഇടയിലാണ്. അവിടെ നിന്ന് S2ൽ സപ്പോർട്ട് എടുക്കാൻ ഇത്രയും ഇറങ്ങിയില്ല. അതിന് മുമ്പേ തന്നെ മുകളിലോട്ട് കയറി വന്ന് S1നെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി സെയിം ബാങ്ക് നിഫ്റ്റി പോയതുപോലെ തന്നെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് താഴോട്ട് വീണു. S1 കട്ട് ചെയ്തു, S2 കട്ട് ചെയ്തു, S3ൽ സപ്പോർട്ട് എടുത്തു. നമുക്ക് എത്ര കറക്റ്റായിട്ടാണ് അവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന്, വളരെ ആക്യുറേറ്റ് ആയിട്ട് അവിടെ വരെ പോയി മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോഴത്തേനും സമയം തീർന്നു, മാർക്കറ്റ് ക്ലോസ് ആയി. ഇത്രയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇനി പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയ സെൻസെക്സ് എങ്ങനെയാണ് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് സെൻസെക്സ് ഇന്ന് ഓപ്പൺ ആയത് S2ലാണ്, കണ്ടില്ലേ, S2ൽ ഓപ്പൺ ആയിട്ട് അത് കറക്റ്റായി പോയിട്ട് ഇന്ന് S3ൽ സപ്പോർട്ട് എടുത്തു. S2ൽ ഓപ്പണായി താഴോട്ട് ഇറങ്ങി S3ൽ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറിയിട്ട് S2നെയും S1നെയും കട്ട് ചെയ്ത് നോ ട്രേഡ് സോണിൽ പോയി. അവിടെ ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു, പരാജയപ്പെട്ടു. കാരണം അവിടെ റീടെസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ലെവലുണ്ടോ എക്സാക്റ്റ് ആണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അതേ വാല്യൂവിലാണ്. അവിടുന്ന് മുകളിലോട്ട് പൊങ്ങിയിട്ട് റാസ് ലെവൽസിന് വരുന്ന ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് റാസ് ലെവൽസിൻ്റെ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പല സമയത്തും ഒരു റീടെസ്റ്റിംഗ് കാണാം. എസ്പെഷ്യലി ഈ നോ ട്രേഡ് സോണിൽ കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ അവിടെ ഒരു റീടെസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട് മിക്ക കേസിലും. അപ്പോൾ ഇവിടുന്ന് ദെൻ അത് ബ്രേക്കൗട്ട് പരാജയപ്പെട്ട് തിരിച്ചിറങ്ങി ഇതാ ഏകദേശം ഇവിടെ മുതൽ പ്രോപ്പറായിട്ട് ആൾക്കാർക്ക്, അതായത് റാസ് ലെവൽസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. നേരെ ഇവിടത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ദെൻ സ്ട്രൈറ്റ് അവേ തേർഡ് ടാർഗറ്റ്. ഈ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്ന ലെവൽസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ, എത്ര കറക്റ്റായിട്ടാണ് അത് വരുന്നത്. നമ്മൾ റാസ് ലെവൽസ് സത്യം പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ട്രേഡിംഗ് ഇല്ല എങ്കിൽ കൂടി ഞാൻ പറയുകയാണ് 62.45 നിന്ന് 61,725 ഏകദേശം 300 പോയിന്റിലധികം മൂവ്മെൻറ്റ് ഇന്ന് സെൻസെക്സിൽ വന്നിട്ടുണ്ട്. ഇനി ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് ബാങ്ക് എക്സ് ഇതുവരെയും നമുക്ക് ബ്രോക്കറിൻ്റെ ഇതിൽ ടെർമിനലിൽ കിട്ടിത്തുടങ്ങിയിട്ടില്ല, ഇത്രയും വേഗം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ബാങ്ക് എക്സ് ഇന്ന് ഓപ്പൺ ആയത് S2ലാണ്. S2 ലെവലിൽ ഓപ്പൺ ആയിട്ട് അവിടെ സപ്പോർട്ട് എടുത്ത് നേരെ കയറി നോ ട്രേഡ് സോൺ കട്ട് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു, നടന്നില്ല, തിരിച്ചിറങ്ങിയിട്ട് ഇത് വന്ന് അവസാനിച്ചിരിക്കുന്ന ലെവലുണ്ട്. ബാങ്ക് എക്സ് സത്യം പറഞ്ഞാൽ ഇൻഡെക്സിലുള്ള വാല്യൂസ് വെച്ചാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ എത്രത്തോളം നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ളത് ഏകദേശം ഒരു സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ദെൻ ഓൾ ഓവർ നമ്മളെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ്, അതായത് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ മാർക്കറ്റ് ഈ എക്സ്പയറിക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് 18,566 അത് ടച്ച് ചെയ്യണം എന്നതായിരുന്നു എൻ്റെ കാൽക്കുലേഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ബട്ട് ഇന്നിപ്പോൾ സിഗ്നൽ കംപ്ലീറ്റ്ലി റിവേഴ്സ്. ഒരു മോർണിംഗ് ആഫ്റ്റർനൂൺ വരെയും അത് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറി വന്നിരുന്നു. ഞാൻ ആ സമയത്ത് കരുതിയത് ഓക്കെ നാളെ ടാർഗറ്റ്, അതായത് ഇവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇവിടെ ടച്ച് ചെയ്യും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ അതൊരൊറ്റ പോക്ക് പോയി താഴോട്ട്. അതോടുകൂടി നാളെ എന്ത് സംഭവിക്കും എന്നത് അറിയില്ല. ഒരു പക്ഷേ തിരിച്ചിറങ്ങിയിട്ട് 18
18,234 ടെസ്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാലും 18,566 ടെസ്റ്റ് ചെയ്യും എന്ന്. അത്രയും വലിയൊരു മൂവ്മെൻറ്റ് സാധാരണ നിഫ്റ്റിയിൽ കാണാറില്ല. അതുകൊണ്ടാണ് ഒരു 300-ൽ നിന്നും 260 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 1% മൂവ്മെൻ്റ് ഒക്കെ ഒരു ശരാശരി പ്രതീക്ഷിക്കാം. നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും 18,566 ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ 18,234 ഒരു സപ്പോർട്ട് ലൈനായിട്ട് തിരിച്ച് 18,400-ൻ്റെയും 234-ൻ്റെ ഇടയിലായിരിക്കും ക്ലോസിങ് സംഭവിക്കുക. എന്തായാലും ഇവിടെ നല്ലൊരു കൺസോളിഡേഷൻ വരുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതിനർത്ഥം ഒരു പൊട്ടൽ ഉണ്ടാകും എന്നുള്ളതാണ്. പുകയുന്നത് അവസാനം പൊട്ടാൻ വേണ്ടിയിട്ടാണ്. പൊട്ടുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താഴോട്ടുള്ള മൂവ്മെൻറ്റ് എന്നല്ല കേട്ടോ, എങ്ങോട്ടെങ്കിലും ഒരു കുതിച്ചു പാച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഈ മാസത്തേക്കുള്ള അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. സോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഗൾഫിംഗ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ട് ഇങ്ങനെ അത് കൊണ്ടുപോകും നാളെ എക്സ്പയറി വരെയും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നാളെ എവിടെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഒരു ക്യാൻഡിൽ വരും എന്ന് മാത്രമേ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിയിൽ. കാരണം ബാങ്ക് നിഫ്റ്റി ഈ മാസത്തേക്കുള്ള ഈ എക്സ്പയറിക്കുള്ള ടാർഗറ്റ് തന്നു. സോ ഇനി അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിനൊക്കെ പിടിച്ചിടുന്ന പോലെ അതിനെ പിടിച്ചിട്ടതാണ്. എക്സ്പയറി കഴിഞ്ഞ് അടുത്ത മാസത്തെ ഓപ്ഷൻസ് എല്ലാവരും എൻ്റർ ചെയ്തതോടെ, അല്ലെങ്കിൽ ഈ എക്സ്പയറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരുന്നതോടുകൂടി മാർക്കറ്റ് ഒരു കയറ്റം കയറും. അതൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. എന്തായാലും അത് നമുക്ക് വെയിറ്റ് ചെയ്ത് അറിയാം. ഇപ്പോഴേ പ്രവചിച്ചിട്ട് പൊട്ടത്തരാവേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എത്തിയിട്ട് നമുക്ക് അത് പറയാം. ഓക്കെ, ഇവിടെ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് അറിയുന്നത്. നാളെ മോസ്റ്റ് പ്രോബബ്ലി ഇതിവിടെ വന്ന് സപ്പോർട്ട് എടുക്കും എന്ന് തോന്നുന്നു. ഓവറോൾ അതിൻ്റെ ആ ഒരു ട്രെൻഡ് പാറ്റേൺ അതൊരു ബെയറിഷ് മൂവ്മെൻറ്റിലേക്കാണ് പറയുന്നത്. ഇതിൻ്റെ പുട്ട് കോൾ റേഷ്യോ ഞാൻ ഇതുവരെ എൻ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വളരെ പെട്ടെന്ന് നെക്സ്റ്റ് മൺഡേയോട് കൂടിയെങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബെയറിഷ് മൂവിലാണുള്ളത്. ഒരു മേജർ ഇൻഡെക്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ വിടാം. എന്തായാലും നിഫ്റ്റിയെ നമ്മൾ കെയർഫുള്ളായിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. നിഫ്റ്റിയിൽ നാളെ ഒന്നുകിൽ 18,400-ൻ്റെയും 18,234-ൻ്റെയും ഇടയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് വരാൻ സാധ്യത എന്ന് തോന്നുന്നു. ഇനി പ്ലാൻ എ എന്ന് പറയുന്നത് 18,234-ൻ്റെയും 400-ൻ്റെ ഇടയിലുള്ള ക്ലോസിംഗ്. ഇനി പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,566-ൻ്റെയും 18,400-ൻ്റെ ഇടയിലുള്ള ഒരു ക്ലോസിംഗ്. 566 ശരിക്കുള്ള ടാർഗറ്റ്. അത്രയും മാർക്കറ്റ് പോവില്ല എന്നതൊരു ധാരണ മാത്രമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ പോയേക്കാം, പോകാതിരിക്കാൻ. കാരണം റെയർ കേസ് സിനാരിയോയിൽ അത് പോകാനും സാധ്യതയുണ്ട്. 260 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് തന്ന് അത്രയും പവർഫുൾ ഒരു ട്രെൻഡ് വരികയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ 400-ൻ്റെ 234-ൻ്റെ ഇടയിൽ ആയിട്ട് അത് അവസാനിച്ചു. അങ്ങനെ ഒരു തീരലായിരിക്കണം. മന്ത്ലി എക്സ്പയറി ആണ്. സോ ആ രീതിയിലായിരിക്കും അത് പോവുക. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവായിട്ട് മാർക്കറ്റിൽ കാണാം. ദെൻ ഇന്നത്തേക്ക് ഇത്രയാണ് പറയാനുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.